നമസ്കാരം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ നാടുനീളെ നടന്നുവരികയാണല്ലോ. ആത്മീയമായ ചർച്ചകളോട് കൂടുതൽ ആഭിമുഖ്യമുള്ളതിനാൽ ഡെമോക്രസി കേരളീയ സമൂഹത്തെ ആത്മീയ ഔന്നത്യത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ്. കസ്തൂരി രംഗനെതിരായ സമരം ക്രൈസ്തവ പുരോഹിതന്മാർ ഏറ്റെടുത്ത സാഹചര്യത്തിൽ സുവിശേഷത്തിൻ്റെ അലയൊലികളാണ് എങ്ങുനിന്നും മുഴങ്ങുന്നത്. ഇന്നത്തെ സുവിശേഷങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. മനുഷ്യനെ വിരട്ടിയോടിക്കുന്ന ക്വാറി മണൽ മാഫിയകളെയും പരിസ്ഥിതി വിരുദ്ധരെയും പ്രതിരോധിക്കുക എന്ന നിയോഗമാണ് ക്രൈസ്തവ സഭയ്ക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉള്ളത്. എന്നാൽ ഇവർ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കർത്തവ്യം നിർവഹിക്കുന്നില്ല എന്നാണ് പലരുടെയും പരാതി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേലുള്ള കോലാഹലങ്ങളും സമരങ്ങളും അവസാനിപ്പിക്കണമെന്ന് താമരശ്ശേരി ബിഷപ്പ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ വെച്ച് ആഹ്വാനം ചെയ്തപ്പോൾ വിമർശകർ അവരുടെ നിലപാട് തിരുത്താൻ തയ്യാറായി. വയനാട് MP MI ഷാനവാസിനെയും കൂട്ടിയാണ് ബിഷപ്പ് അന്ന് സോണിയാഗാന്ധിയെ കാണാൻ പോയത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ ചൊല്ലി ധാരാളം പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം താമരശ്ശേരി രൂപതയ്ക്കുണ്ടായി. ഇതിൽ നിന്ന് പിന്മാറണം, എല്ലാ വിധത്തിലുള്ള ബന്ധു ഹർത്താലും അതിൽ നിന്നെല്ലാം പിന്മാറണമെന്നാണ് അഭ്യർത്ഥന. ആവശ്യമായിട്ടുള്ള ഈ ഗവൺമെന്റ് ആവശ്യമായ സഹായം കർഷകർക്ക് ചെയ്തു തരും. പിന്മാറാനുള്ള ആഹ്വാനത്തോട് പക്ഷേ ഇടുക്കി സമരക്കാർക്ക് താല്പര്യമില്ല. എന്നാൽ ഇന്ന് നേരം പുലർന്നപ്പോൾ അതാ വരുന്നു താമരശ്ശേരി ബിഷപ്പ്. താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും സമരം രക്തം ചൊരിഞ്ഞും തുടരുമെന്നും ബിഷപ്പ് പ്രസ്താവിച്ചു. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പുറത്തുണ്ട്. ശ്രീ MI ഷാനവാസും ഞാനും എന്നോട് ചോദിച്ച നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തു. എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ഞാൻ ഉത്തരമായിട്ട് പറഞ്ഞു, ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്, അവരെങ്ങനെയെങ്കിലും ഇതിൽ ഇടപെടും. അപ്പോൾ ഇനിയുള്ള വലിയ ജനകീയ സമരങ്ങൾ, ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇനി അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോൾ പറഞ്ഞു, അത്തരം ജനകീയ സമരങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. അതിൽ നിന്ന് അത് കൂടുതൽ ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ ആശയത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞു. മാധ്യമങ്ങൾ എന്താണ് ഉടൻ തന്നെ പ്രചരിപ്പിച്ചത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സമരത്തിൽ നിന്ന്, ഞങ്ങളുടെ ഈ പ്രക്ഷോഭത്തിൽ നിന്ന്, ഞങ്ങളുടെ ആവശ്യങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും ഗവൺമെന്റിൽ ചെലുത്തുന്നതിനും ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ നിന്ന് ഇതാ രൂപതാധ്യക്ഷൻ, താമരശ്ശേരി രൂപതാധ്യക്ഷൻ, പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ മുഖ്യ ഉപദേഷ്ടാവ് പിന്മാറിയിരിക്കുന്നു എന്ന് മാധ്യമങ്ങള് വളരെ കൃത്യമായിട്ട് ടെലിവിഷനിലൂടെയും പത്രത്തിലൂടെയും അറിയിച്ചു. അങ്ങനെ ഒരു കാലത്തും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുകയുമില്ല. എല്ലാ വിധത്തിലുള്ള ബന്ധു ഹർത്താലും അതിൽ നിന്നെല്ലാം പിന്മാറണമെന്നാണ് അഭ്യർത്ഥന. ലക്ഷ്യത്തിലെത്താതെ ഞങ്ങളുടെ ഈ സമരം ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അത് ഞാൻ ആദ്യം തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. എന്റെ അവസാന ശ്വാസമുള്ളത് വരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനത്തിനു വേണ്ടി, വേദന അനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി ഞാൻ പോരാടുക ചെയ്യും. അതിനിവിടെ മരിച്ചു വീഴുന്നത് വരെ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അത് പറയുന്നതിനൊന്നും ഒരു മടിയുമില്ല. അപ്പോൾ ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? എല്ലാ വിധത്തിലുള്ള ബന്ധു ഹർത്താലും അതിൽ നിന്നെല്ലാം പിന്മാറണമെന്നാണ് അഭ്യർത്ഥന. അപ്പോൾ ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? വയനാട് മണ്ഡലത്തിൽ ഇത്തവണയും മത്സരിക്കാൻ ഷാനവാസും വിനീത വിധേയനായി നിലകൊണ്ടു. കാര്യം എന്തായാലും ബിഷപ്പ് പറഞ്ഞതാണത്രേ ശരി. ഞാനിതാ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു, സോണിയാഗാന്ധിയെ കണ്ടതിന് ശേഷം ഈ സമരം ഞാൻ പിൻവലിക്കുന്നെന്നോ സമരത്തിൽ വെള്ളം ചേർക്കുന്നെന്നോ എന്നുള്ള ഒരു വാചകം പോലും പിതാവിന്റെ നാവിൽ നിന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ബന്ധു ഹർത്താലും അതിൽ നിന്നെല്ലാം പിന്മാറണമെന്നാണ് അഭ്യർത്ഥന. അപ്പോൾ ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? ഈ സമരത്തിന്റെ, താമരശ്ശേരി രൂപതയിലെ ഈ സമരത്തിന്റെ നായകൻ മാർ റെമീജിയോസ് തിരുമേനി അവറുകളാണ്. അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു, അനുകൂലിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. ഈ തീരുമാനം എടുത്തുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഒരു സമരത്തിന്റെ നായകൻ, ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തെ സമരത്തിന്റെ നായകൻ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്.
അദ്ദേഹം തീരുമാനിക്കുന്നതിനനുസരിച്ച് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറന്നിട്ട് അക്ഷരമിണ്ടില്ല. ഈ രാജ്യത്തുള്ള ആരെ കാണാനും ആരുമായി സംവാദം നടത്തുവാനും ആരുമായി സംസാരിക്കുവാനും ഞാൻ തയ്യാറാണ്. ഇനി നീ എന്നെ പട്ടിന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരമിണ്ടില്ല. ഇല്ലേ? ഇല്ല. പട്ടി എന്തോ ഇവിടെ ചിലരൊക്കെ പറയുകയുണ്ടായി, കസ്തൂരി രംഗൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ എന്ന്. ഒരു കാരണവശാലും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ എന്നുള്ള സംഗതി. റിപ്പോർട്ട് വായിക്കാത്ത മണ്ടന്മാരെന്നുമല്ല മലയോര കർഷകരെന്ന് അദ്ദേഹത്തെ അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന സിനിമ ഷാനവാസ് നിത്യവും 2 നേരം മുറ തെറ്റാതെ കാണുന്നുണ്ടത്രേ. ഷാനവാസിന് PT തോമസിനെ പോലെ ധൈര്യമില്ലെന്ന് VD സതീശൻ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. സീറ്റു കിട്ടണമെങ്കിൽ ബിഷപ്പ് പറഞ്ഞതുപോലെ എന്ന മുദ്രാവാക്യം ആവർത്തിച്ചേ പറ്റൂ. ഇനി ബിഷപ്പിന്റെ സുഭാഷിതങ്ങളാണ്. ബൈബിളിൽ പറയുന്ന വിവിധതരം സമരരീതികൾ അവലംബിക്കാനാണത്രേ തീരുമാനം. വേണ്ടി വന്നാൽ ജാലിയൻ വാലാബാഗ് കോഴിക്കോട്ടും ആവർത്തിക്കും. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രകൃതിയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഒരു തരത്തിലുള്ള ഖനനം പാടില്ല, കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ പാടില്ല. ആ കെട്ടിടങ്ങൾ പണിയുന്നതിനൊക്കെ അനുവാദം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണം, ഗ്രാമസഭയിൽ നിന്ന് വേണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തൊട്ടു മുമ്പിൽ തന്നെ കാണുന്നില്ലേ മാർബിൾ ഗാലറി. പരിസ്ഥിതി സംരക്ഷണം ഈശ്വര വിശ്വാസത്തിന്റെ ഭാഗമായി കാണണം. മാർബിളാണ് അവിടെ ഉള്ളത്. അത് എവിടെ നിന്ന് കൊണ്ടുവരുന്നതാണെന്ന് നമുക്കറിയാം. രാജസ്ഥാനിലെയും മറ്റു സ്ഥലങ്ങളിലെയും ഉത്തരേന്ത്യയിലുള്ള ഖനികളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മനുഷ്യൻ ഭൂമിയെ ഉപയോഗിക്കാവൂ. ഈ പരിസ്ഥിതിവാദികളും പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരുടെ എല്ലാ കെട്ടിടങ്ങളും ഇതുപോലുള്ള മാർബിൾ കൊണ്ടിട്ടുള്ളതല്ല എന്ന് ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? ദൈവം നമുക്ക് നൽകിയ പ്രപഞ്ചം സുന്ദരമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയുന്നവയാണ്. അത് എവിടെ നിന്ന് ഖനനം ചെയ്തുകൊണ്ടാണ്? ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇതുപോലുള്ള ക്വാറികളിൽ നിന്നും ഖനനം ചെയ്തുകൊണ്ട് വരുന്നതാണ്. ആദ്യം തന്നെ ഈ ഗാഡ്ഗിൽ പറയട്ടെ, ഗാഡ്ഗിലും അദ്ദേഹത്തോടൊപ്പം പരിസ്ഥിതിവാദികളും, ഞങ്ങൾ ഇനി മാർബിളിൽ, ഇതുപോലുള്ള മാർബിൾ ഇട്ട തറകളിൽ ഞങ്ങൾ ജീവിക്കുകയില്ല, പരിസ്ഥിതിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലെ ഞങ്ങൾ കെട്ടിടങ്ങളിലെ ഞങ്ങൾ ജീവിക്കൂ. ഞങ്ങളെ ഒന്ന് കാണിച്ചു തരട്ടെ. ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? പച്ചയായ പുൽത്തകിടിയിലേക്ക് ഈ പരിസ്ഥിതിവാദികൾ ഒതുങ്ങും ഒരു ദിവസം, എനിക്ക് ഉറപ്പുണ്ട്. സങ്കീർത്തനം 23:2. കർഷകന്റെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് ഒരു പ്രകൃതി സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് നടപ്പില്ല, അതൊരിക്കലും നടക്കില്ല. ഇവിടെ മറ്റൊരു ജാലിയൻ വാലാബാഗ് ആവർത്തിക്കും. പ്രകൃതിയുടെ സ്നേഹിതനായ യേശു മനുഷ്യർക്കൊപ്പം സർവ്വ സൃഷ്ടികൾക്കും മോചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:18-25. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ രക്തം തന്നെ ചൊരിയും അത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചാൽ. ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കേണ്ടി വരും. ഞങ്ങൾ തീർച്ചയായിട്ടും അവസാന ശ്വാസം വരെ ഈ പ്രദേശങ്ങളിലെ പശ്ചിമഘട്ടത്തിലുള്ള 22 ലക്ഷം ജനങ്ങളും ഒറ്റയ്ക്ക് നിന്നിട്ട് ഞങ്ങൾ പോരാടും. എത്രയധികം പ്രതിലോമ ശക്തികൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. യുദ്ധകാലങ്ങളിൽ നഗരങ്ങൾ ഉപരോധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളൊന്നും കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത്. യഹോവ അനുശാസിക്കുന്നു. ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? ഇതൊന്നും കേട്ടിട്ടും സമരം പിൻവലിച്ചില്ലെങ്കിൽ നക്സലേറ്റുകളുടെ കൂടെ കൂടാനും തയ്യാർ. താമരശ്ശേരി കേരളത്തിലെ നക്സൽ ബാരിയായി മാറുമോ എന്ന പേടി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും. ഈ പശ്ചിമഘട്ടം മാത്രമേ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുവാനുള്ളത്. ദൈവത്തിന്റെ ആലയമായ ഭൂമിയെ സുന്ദരമായി സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്. ഈ ഗാഡ്ഗിലിന് വേണ്ടി, ഈ കസ്തൂരി രംഗന് വേണ്ടി നിൽക്കുന്നവര്, ഈ റിപ്പോർട്ടിന് വേണ്ടി നിൽക്കുന്നവര്, നിങ്ങൾക്ക് സ്വല്പമെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെയുള്ള ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ എയർ കണ്ടീഷനുകളും ഓഫാക്കട്ടെ. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത് അതിനെ സംരക്ഷിച്ച ലേവ്യരെ പോലെ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് അതിനെ സംരക്ഷിക്കാനും വൃത്തിയായി സൂക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. എയർ കണ്ടീഷൻ ഇല്ലാതെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കട്ടെ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. ശ്രീ മാധവ് ഗാഡ്ഗിലിനോട് ഞാൻ ചോദിക്കുക, കസ്തൂരി രംഗനോട് ചോദിക്കുക. ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത്തരം കാർബൺ പുറത്തുവിടുന്ന പ്രസ്ഥാനങ്ങളോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങളുടെ നെഞ്ചിലേക്ക് വരട്ടെ. മനുഷ്യൻ പ്രപഞ്ച വസ്തുക്കളുടെ ആത്യന്തികമായ ഉടമകളല്ല. ദാവീദ് രാജാവിനെ പോലെ നീതിനിഷ്ഠയില്ലാത്തൊരു കടന്നുകയറ്റം നടത്തി. അതുകൊണ്ട് അവിടെ എന്തുണ്ടായി? നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. എനിക്ക് ഉറപ്പായിട്ട് പറയുവാൻ സാധിക്കും, ഈ ഗാഡ്ഗിൽ നിയമങ്ങളോ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടോ കസ്തൂരി രംഗൻ റിപ്പോർട്ടോ ഇവിടെ നടപ്പിലായാൽ മറ്റൊരു നക്സലൈറ്റ് പ്രസ്ഥാനം ഈ പശ്ചിമഘട്ടങ്ങളിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഇപ്പോഴേ പറയാൻ സാധിക്കും.
പച്ചയായ പുൽത്തകടിയിലേക്ക് അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. അതുണ്ടാകും, സ്വാഭാവികമാണ്. ഇതാണ് ഗവൺമെന്റിനോട് ഞങ്ങൾ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളെ നിങ്ങൾ നക്സലൈറ്റുകളാക്കരുത്. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. സങ്കീർത്തനം 23:2. നാളെ ഞങ്ങൾ നക്സലൈറ്റ് പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ പിടിക്കുവാൻ വേണ്ടിയിട്ട് ആളുകൾ, നിങ്ങൾ മാധ്യമക്കാർ ഈ TV ആയിട്ട് ഞങ്ങളുടെ പുറകെ വരും. ഇതാ ഒരു നക്സലൈറ്റ് ഓടുന്നു എന്ന് പറഞ്ഞ് പുറകെ വരും. ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? എന്തായാലും കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ താമരശ്ശേരിയിൽ ബസും ജീപ്പും കത്തിച്ചതും വനം വകുപ്പ് ഓഫീസ് തകർത്ത് രേഖകൾ നശിപ്പിച്ചതുമൊക്കെ അധിക നാളുകൾ മുമ്പല്ല. ബിഷപ്പിന്റെ ആഹ്വാനം കേട്ട് പുത്തൻ സമരമുറകൾ അവതരിച്ചാൽ അതിലും അതിശയിക്കാനുണ്ടാകില്ല. രക്തച്ചൊരിച്ചിൽ, വെട്ടും കുത്തും തുടങ്ങിയ ഭീഷണികൾ ഇനി സുധാകരനും ജയരാജനുമൊക്കെ ധൈര്യത്തിൽ ഉപയോഗിക്കാം. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ജയരാജന്റെ ധാർഷ്ട്യം. ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. ഇവിടെ അടുത്ത വീട്.